കണ്ണും പൊട്ടിയുറങ്ങണം. ആ താമര കണ്ണനുറങ്ങണം. ഹലോ മക്കളെ, ഇന്ന് നമ്മുടെ കുഞ്ഞുമണിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. അതായത് ഇന്നേക്ക് 1 വർഷം മുന്നെയാണ് കുഞ്ഞുമണി ഞങ്ങളുടെ കയ്യിലോട്ട് കിട്ടിയത്. എത്ര പെട്ടെന്ന് നല്ല സമയമൊക്കെ കടന്നു പോകുന്നേ. ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നു അതൊക്കെ. എന്തായാലും നമ്മൾ ആ ബർത്ത്ഡേ അങ്ങ് ആഘോഷിക്കാൻ തീരുമാനിച്ചു. പക്ഷേ അന്ന് രാവിലെ തന്നെ ആശാട്ടിക്ക് നല്ല ചൂടും പനിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ നല്ല മഴയൊക്കെ അല്ലേ, അതുകൊണ്ടായിരിക്കും. ഇനി അതാണെന്ന് അറിയത്തില്ല, കാരണം 2-3 ദിവസം മുന്നേ കാത് കുത്തിയിട്ടുണ്ടായിരുന്നു കുഞ്ഞുമണിക്ക്. ഇനി അതിന്റെ എന്തെങ്കിലും ആണെന്ന് അറിയത്തില്ല. പക്ഷെ ചെവിയിലെ വേദനയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. എന്തായാലും ഞങ്ങൾ ബർത്ത്ഡേ അങ്ങ് ആഘോഷിക്കാൻ തീരുമാനിച്ചു. വാവോ വാവാവോ 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 വാവാവോ. ഞങ്ങളുടെ തങ്കക്കൊലിസേ, കുഞ്ഞുമണി തങ്കക്കൊലിസേ, കുഞ്ഞുമണി തങ്കക്കൊച്ചി. പെണ്ണിന്റെ അടുത്ത് ഇങ്ങനെ വാവാവ പറഞ്ഞുകൊണ്ടിരുന്ന സമയം പോകുന്ന അറിയത്തില്ല കേട്ടോ. പക്ഷെ ഇന്ന് നല്ലപോലെ അറിയും, കാരണം വൈകിട്ട് ചെറിയൊരു കേക്ക് കട്ടിങ്ങും പരിപാടിയൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ആയിട്ട് കുറച്ച് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സംഭവങ്ങളുമായിട്ട് ഞങ്ങൾ ദാണ്ട മേളിലോട്ട് പോവാണ് കേട്ടോ. ഫംഗ്ഷനും കാര്യങ്ങളും ഒക്കെ വൈകിട്ടായിരുന്നു, അതുകൊണ്ട് ആദ്യം ഇന്ന് സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു. ആദ്യം സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷമാണ് ഞങ്ങൾ ഡെക്കറേറ്റിംഗ് പരിപാടിയൊക്കെ തുടങ്ങിയത് കേട്ടോ. അപ്പൊ ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചേച്ചി ഫ്ലിപ്കാർട്ടിലും മീഷോയിലും ഒക്കെ ആയിട്ട് ഓൺലൈനിൽ വാങ്ങിയതാണ്. ഇപ്പൊ ഇതെല്ലാം ഒരു കോംബോ പോലെ നമുക്ക് കിട്ടുമല്ലോ. ഇതിന്റെ ബലൂൺസ് ആയാലും അതിന്റെ കൂടെയുള്ള സാധനങ്ങളായാലും എല്ലാം നമുക്കൊരു കോംബോ കണക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് കടയിൽ പോയി തിക്കി തിരക്കി വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്കിതെല്ലാം പെട്ടെന്നൊന്ന് അറേഞ്ച് ചെയ്യണം. കുറെ ബലൂൺസ് ഉണ്ടായിരുന്നു, പിന്നെ ബേബി ഗേൾ എന്ന് എഴുതിയ കുറെ ബലൂൺസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ഹാപ്പി ബർത്ത്ഡേയുടെ ഹാമ്പറുകളും കാര്യങ്ങളും ഒക്കെ. അപ്പൊ അതെല്ലാം ഞങ്ങളൊന്ന് അറേഞ്ച് ചെയ്യുകയാണ് കേട്ടോ. കുഞ്ഞുവിനെ ഞങ്ങളൊന്ന് ഉറക്കാൻ കിടത്തിയിട്ടാണ് ഞങ്ങൾ ഈ പരിപാടികളെല്ലാം തുടങ്ങിയത് കേട്ടോ. അപ്പോഴത്തേക്ക് താണ്ടെ ഓണം തെണ്ണീറ്റ് വന്നിട്ടുണ്ട്. പനി ആയതുകൊണ്ട് ചെറിയ നിർബന്ധവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എങ്കിലും വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. പിന്നെ ബലൂൺ വീർപ്പിക്കുന്നതിലൊക്കെ ഞങ്ങളുടെ കൂടെ കൂടിക്കോന്നും പറഞ്ഞ് അവിടെ ഇരുത്തിയിട്ട് ഞങ്ങൾ വീണ്ടും ഡെക്കറേഷന്റെ പരിപാടികളെ തുടർന്നു. ഈ ഹാപ്പി ബർത്ത്ഡേ കാണാൻ നല്ല രസമില്ലേ? ആദ്യം കഴിഞ്ഞ വട്ടം ബർത്ത്ഡേക്ക് ബലൂൺ കണക്ക് വീർപ്പിക്കുന്ന ഒരു ഹാപ്പി ബർത്ത്ഡേയുടെ സംഭവമായിരുന്നു മേടിച്ചത്. ഇത് കുറച്ച് ഡിഫറന്റും കുറച്ച് നീറ്റായിട്ട് തോന്നി കേട്ടോ. ആർക്കെങ്കിലും വേണമെങ്കിൽ പറയണേ, ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം കേട്ടോ. പിന്നെ ചേച്ചി വാങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ഒരു കാർഡ്ബോർഡ് കണക്ക് കിട്ടുന്നതാണ്. ഇതൊരു ബോക്സ് കണക്കാക്കണം നമ്മള്. എന്നിട്ട് നമുക്ക് 1 എന്ന രീതിയിൽ എഴുതുന്ന 3 ബോക്സസ് ആണുള്ളത്.